Hi friends, this is Rijita from Syro Education. കറന്റ് +2 സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ആഫ്റ്റർ +2 എടുക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് MBBS ആയിരിക്കും അല്ലെ. സോ MBBS എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ MBBS എടുക്കുന്ന ഒരു കാറ്റഗറിയും ഉണ്ടാവും, എബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാറ്റഗറിയും ഉണ്ടാവും. ഈ രണ്ട് കാറ്റഗറിയിലും എബ്രോഡ് നോക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ കേട്ടോ. ബിക്കോസ് എബ്രോഡ് MBBS ചൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അഫോർഡബിൾ ആയി ഏറ്റവും ബെസ്റ്റ് കൺട്രി ഏതാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ കൺട്രീസിനെ പറ്റി പറയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലോട് ഷെയർ ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ത്യയിലുള്ള നമ്മുടെ സ്റ്റുഡൻസിന് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് MBBS കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് അഫ്കോഴ്സ് ഏഷ്യൻ കൺട്രീസ് ആയിരിക്കും അല്ലെ. ഏഷ്യൻ കൺട്രീസിൽ തന്നെ ഏത് രാജ്യമാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി അവൈലബിൾ ആയിട്ടുള്ള, അതായത് എല്ലാ ഫെസിലിറ്റീസോടും കൂടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഏത് കൺട്രിയിലാണുള്ളത് എന്നുള്ളത് നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമായിരിക്കും. അത്തരത്തിലുള്ള ഒരു കൺട്രിയാണ് കസാഖിസ്ഥാൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ +2 നിങ്ങൾക്ക് നിങ്ങളുടെ MBBS പഠനം വളരെ അഫോർഡബിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് കസാഖിസ്ഥാൻ എന്ന് പറയുന്നത്. കസാഖിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഏഷ്യൻ കൺട്രിയാണ്. നമുക്ക് ഇവിടുന്ന് ട്രാവലിംഗ് നോക്കുന്ന സമയത്ത് വളരെ ഈസിലി നമ്മൾക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് കസാഖ് എന്ന് പറയുന്നത്. കസാഖിസ്ഥാനിലേക്ക് ഏകദേശം 3 to 4 hours ട്രാവലിംഗ് മാത്രമേ നമുക്ക് ഡൽഹിയിൽ നിന്നും വരുള്ളൂ. നോർമലി സ്റ്റുഡൻസിന് ട്രാവൽ ചെയ്യാനായിട്ട് ത്രൂ ഡൽഹി ടു കസാഖിലേക്കായിരിക്കും സ്റ്റുഡൻസ് നോർമലി ട്രാവൽ ചെയ്യുന്നത്. ഏകദേശം 3 to 4 hours മാത്രം ട്രാവലിംഗ് ഡിസ്റ്റൻസ് വരുന്ന ഒരു കൺട്രിയാണ് കസാഖിസ്ഥാൻ എന്ന് പറയുന്നത്. കറന്റ്ലി നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ എല്ലാ നോംസും സാറ്റിസ്ഫൈ ചെയ്യുന്ന, അതായത് കോഴ്സ് ഡ്യൂറേഷൻ ആണെങ്കിലും മീഡിയം ഓഫ് ലാംഗ്വേജ് ആണെങ്കിലും ലൈസൻസ് ആണെങ്കിലും രജിസ്ട്രേഷൻ ആണെങ്കിലും ഇതുപോലുള്ള എല്ലാ നോംസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണ് കസാഖിസ്ഥാൻ എന്ന് പറയുന്നത്. കസാഖിസ്ഥാനിൽ ഒട്ടനവധി മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് കറന്റ്ലി നമുക്ക് അവൈലബിൾ ആണ്. അതായത് കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, സൗത്ത് കസാഖ് മെഡിക്കൽ അക്കാദമി, അൽ ഫറാബി, ദെൻ IMA, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് കസാഖിസ്ഥാനിൽ അവൈലബിൾ ആണ്. ഏകദേശം 25 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെയാണ് ടോട്ടൽ പാക്കേജ് കസാഖിസ്ഥാനിലെ പല യൂണിവേഴ്സിറ്റീസും MBBS കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. കെഡാവർ അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും എല്ലാ ഫെസിലിറ്റീസോടും കൂടിയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും, അതായത് ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളതും ഇൻസൈഡ് ക്യാമ്പസ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് അവൈലബിൾ ആയിട്ടുള്ളതും ഇന്ത്യൻ സ്റ്റുഡൻസ് കൂടുതൽ പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നതും ദെൻ ഇന്ത്യൻ മെസ് അവൈലബിളുമായിട്ടുള്ള ഒത്തിരിയേറെ യൂണിവേഴ്സിറ്റീസ് ഇന്ന് കസാഖിസ്ഥാനിൽ അവൈലബിൾ ആണ്. ക്രൈം റേഷ്യോ വളരെ കുറഞ്ഞ ഒരു കൺട്രിയാണ് കസാഖിസ്ഥാൻ എന്ന് പറയുന്നത്. MBBS ഇൻ കസാഖിസ്ഥാൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ലാംഗ്വേജ് വരുന്നത് ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. സോ ഇന്ത്യൻ സ്റ്റുഡൻസിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് MBBS കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുമ്പോൾ കസാഖിസ്ഥാനിൽ ECTS സിസ്റ്റമാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അതായത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം. ഡേ ടു ഡേ ഇവാലുവേഷനും എക്സാംസും നടന്നുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും എല്ലാ യൂണിവേഴ്സിറ്റീസും തന്നെ. ഇപ്പൊ കറന്റ്ലി മലയാളി സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഡേ ടു ഡേ ഇവാലുവേഷനും എക്സാംസും അതിന്റെ ബേസിസിൽ അറ്റൻഡൻസ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷമായിരിക്കും ഇവർക്ക് മെയിൻ എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ടും പറ്റുക. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് അവരുടെ MBBS പഠനം കംപ്ലീറ്റ് ചെയ്ത് ഏത് കൺട്രിയിൽ പോയി സെറ്റിൽ ആവാനാണോ ആഗ്രഹിക്കുന്നത്, ഇൻക്ലൂഡിംഗ് ഇന്ത്യയിലാണെങ്കിലും യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും ഏത് കൺട്രിയിലാണോ പോയി സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ എക്സാംസ് വളരെ ഈസിലി ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കൺട്രിയും കൂടിയാണ് MBBS പഠിക്കാനായിട്ട് കസാഖിസ്ഥാൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി മോഡേൺ മെഡിസിൻ ആണ് സ്റ്റുഡൻസ് പഠിക്കുന്നത്. MBBSനായിട്ട് അവിടെ ചെല്ലുന്ന സ്റ്റുഡൻസ് മോഡേൺ മെഡിസിൻ ആണ് പഠിക്കുന്നത്. ദെൻ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളും ഇൻക്ലൂഡിംഗ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിലും സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് അവർക്ക് ക്ലിനിക്കൽ പ്രാക്ടീസസ് കൊടുക്കുന്നുണ്ട്. ഓൺ ഹോസ്പിറ്റൽ അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരിയേറെ യൂണിവേഴ്സിറ്റീസ് നമുക്ക് കസാഖിസ്ഥാൻ എന്ന് പറയുന്ന കൺട്രിയിൽ അവൈലബിൾ ആണ്. കസാഖിസ്ഥാനിലെ യൂണിവേഴ്സിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയുടെ ടോപ്പിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, സൗത്ത് കസാഖ് മെഡിക്കൽ അക്കാദമി തുടങ്ങിയവയൊക്കെ. വളരെ നീറ്റ് ആൻഡ് ഹൈജീൻ ആയിട്ടുള്ള ഒരു കൺട്രി കൂടിയാണ് കസാഖിസ്ഥാൻ എന്ന് പറയുന്നത്. MBBS പഠനം കസാഖിസ്ഥാനിൽ പോയി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് എന്തെങ്കിലും ഡൗട്ട്സോ അവിടുത്തെ ഫീസ് സ്ട്രക്ചറോ യൂണിവേഴ്സിറ്റിയോ എന്നതിനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്രീ കൗൺസിലിംഗ് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.